ഹലോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ വിശേഷം എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് പണിക്ക് കഴിഞ്ഞ ശേഷമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ചില രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് മുട്ട ബ്രെഡ് മുക്കിയിട്ടില്ലേ അറിയുന്നുണ്ടായിരിക്കുമല്ലോ, അങ്ങനെ ഒരു സംഭവമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോഫി ആയിരുന്നു കേട്ടോ. വീട് കാണുന്നവർക്കറിയാം നമ്മൾ കോഫിയാണ് കുടിക്കൽ രാവിലെ. പിന്നെ അങ്ങനെ അത് കുടിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയാണ് ഉണ്ടായിരുന്നത്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനല്ല കേട്ടോ, ഇത് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായത് രാത്രിയായിരുന്നു. ഇത് ഏകദേശം 8 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ചുട്ടതിൻ്റെ ബാക്കി ദോശ ചുട്ടിട്ടുണ്ടായിരുന്നു. അതിന് ബാക്കി അരി എടുത്ത് പുറത്ത് വെച്ച്, പിന്നെ ചട്നി ഉണ്ടായിന്, അതും പുറത്ത് വെച്ചിട്ടാണ് നാളെ കൊട്ടിക്കൊട്ടുന്നിട്ട്. അങ്ങനെ പിന്നെ എന്താക്കിയെന്ന് വെച്ചെങ്കിൽ ഉമ്മയുടെ മീൻ മുറിക്കുന്നുണ്ടായിന്. മത്തി നല്ല അടിപൊളി മത്തി കൊണ്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞു മത്തിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് മത്തി, കുഞ്ഞു മത്തി പൊരിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ദോശ ഇവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ, ചുട്ടിട്ട് രാത്രിയത്തേക്കുള്ള ഡിന്നറാണ് സെറ്റാക്കുന്നുള്ളത്. നല്ല അടിപൊളി ചൂട് ദോശ ചൂടുന്നുണ്ട്, ഉപ്പുമപ്പുറത്ത് മീനും ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ മീൻ ഉമ്മ ക്ലീനാക്കി തന്നിട്ട് അതിലേക്ക് മുളക് പൊടി, വിനാഗിരിയും സിർക്കയില്ലേ നമ്മൾ സിർക്കയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ്. അങ്ങനെ അത് സെറ്റായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ ഫ്രൂട്ട്സ് കട്ടാക്കി തിന്നിട്ട് ആപ്പിളും അതുപോലെ തന്നെ ഉറുമാമ്പഴമായിരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഇതാക്കിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണല്ലോ. ലൈക്ക് ചെയ്യുക, അടുത്ത വീട്ടിൽ വരുന്നതായിരിക്കും. ടാറ്റാ.